തിയേറ്ററിൽ പടം കണ്ട ഓർമ്മയുണ്ടോ? ഇപ്പൊ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഒരു ടൈം ട്രാവലർ ചെയ്ത് പുറകോട്ട് പോയൊരു അവസ്ഥ. കുട്ടിയും CMH സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് 8ാം ക്ലാസ്സിൽ ഈ സിനിമ കാണാൻ വേണ്ടി അന്ന് ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്താണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം ഈ സിനിമ യാഥാർത്ഥ്യമാകുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യം, ഒരു കൊട്ടാരക്കാരൻ്റെ ഒരു വലിയ സ്വപ്നം വീണ്ടും വെള്ളിത്തിരിയിൽ എത്തിക്കാനും. ഇപ്പം വല്യേട്ടൻ പഴയ വല്യേട്ടനല്ല, പക്ഷേ മമ്മൂക്ക ഇപ്പോഴും പഴയ മമ്മൂക്ക തന്നെയാണെന്നുള്ളതാണ്. നമ്മുടെ അടുത്തിടെ കണ്ട സിനിമകൾ ഇപ്പോൾ മമ്മൂക്കയുടെ നടക്കാൻ പോകുന്ന ഒരു വലിയ പ്രോജക്റ്റിൻ്റെ കൂടെ ഒരു ഇൻഡയറക്റ്റ് ഭാഗമാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പം ചേട്ടാ വൈജോട്ടാ ഒരുപാട് സന്തോഷം. കാര്യം ഒരു വർഷം മുമ്പ് ഞാനും ഷായ് സാറെ ഞങ്ങളൊരു മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് വൈജോട്ട ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ തമാശയ്ക്ക് ചോദിച്ചു പുതിയ സിനിമയൊന്നും ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ പറഞ്ഞു ഒരു സിനിമ ചെയ്യുന്നതിനേക്കാളും വലിയൊരു പണിയുടെ പിന്നിലാണ് വല്യേട്ടൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളിലും ഒക്കെ ആയിരുന്നു. എന്തായാലും അതിമികച്ച രീതിയിൽ തന്നെ മികച്ച ദൃശ്യാനുഭവത്തോടെയും മികച്ച ശബ്ദാനുഭവത്തോടും കൂടി തന്നെ സിനിമ കാണാൻ പറ്റി. അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്, നമ്മൾ പലപ്പോഴും ഈ സിനിമ കണ്ടെങ്കിലും രവി വർമ്മൻ സാറിൻ്റെ ഒരു മാജിക്. ഇതിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഷെഫ് പിള്ളേർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറയായിരുന്നു ഫസ്റ്റ് ഷോട്ട് കണ്ടു, എത്ര മനോഹരമായ ഷോട്ടാണ് അത്. ഏതോ ഈ കാലഘട്ടത്തിൻ്റെ ഷോട്ടാണെന്നല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. കാരണം ഒരു ക്ലോസ് സായികുമാറിൻ്റെ കണ്ണിൽ നിന്നും ആ തീ പടർന്ന കണ്ണിൽ നിന്ന് തീയിലേക്കാണ് അടുത്ത ഫോക്കസ്. ഈ ഫോക്കസ് ഔട്ടിൽ നിന്നും പിന്നെ തീയിലേക്കാണ്. അതായത് ആ പട്ടേരി ശിവരാമൻ്റെ ഒരു കണ്ണിൻ്റെ ഒരു അഗ്നി അതേപടി ഒരു ഷിഫ്റ്റ് ചെയ്തിട്ട് തീയിലേക്ക് കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത്. അതിലൂടെ തന്നെ ആ പകയുടെ ഒരു ആഴം കാണിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ഗംഭീര സിനിമ. സിനിമയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും മാനോളം സ്നേഹിച്ച ഒരു സിനിമയാണ്. ഇതിനെ ഈ രീതിയിൽ എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട നാട്ടുകാരനും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അമ്പയർ ഗ്രൂപ്പ്. അത് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് അല്ലേട്ടൻ പറഞ്ഞ പേരറിയാത്തുന്ന സിനിമയിലായിരുന്നു. അതുകൊണ്ട് എനിക്കും ഇൻഡയറക്റ്റ് ആത്മബന്ധമുണ്ട്. അന്ന് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന കുറേ പേരെയൊക്കെ കാണാൻ പറ്റി. 10 വർഷങ്ങൾക്ക് ഇപ്പുറം വർക്ക് ചെയ്ത ജയദേവൻ, ഞങ്ങൾ അന്നത്തെ ഷീത്ത് ഉൾപ്പെടെയുള്ളവരൊക്കെ കാണാനൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സിനിമ മികച്ച അനുഭവം തന്നെയാണ് തിയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പരിശ്രമത്തിന് കാണികളെന്ന നിലയിൽ പ്രേക്ഷകരിൽ നിങ്ങളെല്ലാവരുടെയും പിന്തുണ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും പോയി ഈ സിനിമ തിയേറ്ററിൽ കാണണം. കൂടുതൽ മികച്ച രീതിയിൽ കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കി തന്ന നിർമ്മാതാവിനോടുള്ള ഒരു നീതി പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഈ ഒരു സന്ദർഭത്തിൽ ബൈജുവിൻ്റെ അടുത്ത് ഇത്ര തന്നെ ആ സമയത്തേക്കുള്ളൊരു കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് കൊമേഴ്സ്യൽ സ്വഭാവം, സമാന്തര സിനിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മുടെ സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പം നിലവിൽ ജീവനോടെ ഇല്ല. അപ്പം അവരെ ഓർമ്മ വന്ന നമുക്ക് അതൊക്കെ കാണുമ്പോൾ അപ്പോൾ മനുഷ്യരുടെ രംഗങ്ങൾ കാണുമ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഓർക്കാൻ കൂടി കിട്ടുന്ന ഒരു അവസരമാണ്. അത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴേ നമുക്ക് ഒരു ഫീൽ വരുന്നത്. ഇപ്പോൾ നമ്മളവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കും. ഞാനതാ പറയുന്നത്, പണ്ട് ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് ഇടിച്ചു കുത്തി, ഇന്നിപ്പോൾ അങ്ങനെ നമുക്കില്ലല്ലോ, നമ്മളങ്ങനെ ഇടിച്ചു കുത്തി കാണുന്നില്ലല്ലോ. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. പുതിയ വിശേഷം പേഴ്സണലി ജീവിക്കണ്ടേ, എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് കരുതി വൈഫിന് ഫാമിലി സംബന്ധിച്ച് അത് രണ്ടാമത്തെ കാക്കനാട് നമ്മുടെ സന്ദേശം അഖിലേട്ടൻ്റെ സിനിമ സ്റ്റൈലിലാണല്ലോ. അല്ല ഡയറക്ഷൻ ഒരുപാട് സമയത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പ് മൂവി നമുക്ക് ഒരു അതിൻ്റെ ഈ ഒരു മാസ് പരിവേഷവും അതിൽ സെന്റിമെന്റ്സും അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് എല്ലാം കൂടി ചേരുന്ന ഈ വലിയേട്ടൻ പോലത്തെ പടം അഖിൽമാരാണെന്ന ഒരു ഡയറക്ടറിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഇനാഗറേഷൻ